ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായ എല്ലാവരെയും സ്വർഗം നിറഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് വീണ്ടും തുടർന്ന് നമുക്ക് ധ്യാനിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന വലിയ ഒരു അനുഗ്രഹമാണല്ലോ, പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണല്ലോ ക്ഷമ. നമ്മൾ ക്ഷമ എന്ന പുണ്യത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയായിരുന്നല്ലോ. വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് നോക്കിയാൽ ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ തിരുവചനത്തിൽ പ്രകാരം പറയുന്നു: നല്ല നിലത്ത് വീണ വിത്തുകൾ വചനം കേട്ട് ഉത്കൃഷ്ടവും പരിശുദ്ധവുമായ ഹൃദയത്തിൽ അത് സംഹരിച്ച് ക്ഷമയോടെ ഫലം പുറപ്പെടുവിക്കുന്നവരാണ്. ഈ വചനം നമ്മളിങ്ങനെ ഒന്ന് ചിന്തിക്കുക. അതായത് നല്ല വിത്തിൻ്റെ ഉപമ നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുമ്പോൾ പറയുകയാണ്: നല്ല നിലത്ത് വീണ വിത്തുകൾ വചനം കേൾക്കുന്നു, ആ കേൾക്കുന്ന വചനം ഹൃദയത്തിൽ സ്വീകരിക്കുക മാത്രമല്ല, അത് ഹൃദയത്തിൽ സംഹരിച്ച് ക്ഷമയോടെ എന്ന് പറഞ്ഞാൽ ഈ വിത്ത് വളർന്നു വരുന്ന കാലഘട്ടം വരെ സഹിച്ച് കാത്തിരുന്ന് ഫലം പുറപ്പെടുവിക്കുന്നു. യേശുവിൽ പ്രിയ സഹോദരങ്ങളെ, നാം ഓരോരുത്തരും ഒന്ന് ചിന്തിക്കണമേ. എത്രയെത്രയോ ധ്യാനങ്ങളിൽ, വചനപ്രഘോഷണ മേഖലകളിൽ നമ്മൾ എത്രമാത്രം വചനം കേട്ടിരിക്കുന്നു. ഏതൊക്കെ വചനമാണ് എൻ്റെ ഹൃദയത്തിൽ വീണ് ഫലം പുറപ്പെടുവിച്ചത്? ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ വീണ് ഫലം പുറപ്പെടുവിക്കുന്നില്ലെങ്കിൽ, പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ക്ഷമയോടുകൂടെ ആ ഫലം പുറപ്പെടുവിക്കുന്നവരെ കാത്തിരുന്നാൽ മാത്രമേ അത് നമ്മുടെ ജീവിതത്തിൽ ഫലമായി മാറുകയുള്ളൂ. വിശുദ്ധ ബൈബിളിൽ തന്നെ ഒരു ഉദാഹരണം എടുത്താൽ, ദൈവമായ കർത്താവ് അബ്രാഹത്തോട് പറയുന്നൊരു കാര്യമുണ്ട്. വിശ്വാസികളുടെ പിതാവായ അബ്രാഹമേ, നിന്നെ ഞാൻ വലിയ ഒരു ജനത്തിലെ, വലിയ ഒരു തലമുറയുടെ പിതാവാക്കി മാറ്റും എന്ന ദൈവത്തിൻ്റെ വാഗ്ദാനം. അനേകം മനുഷ്യരുടെ പിതാവ്, വിശ്വാസികളുടെ പിതാവായി മാറിയ അബ്രാഹം, മക്കളില്ലായിരുന്ന അബ്രാഹത്തോട് പറയുകയാണ്: നിനക്ക് ഞാൻ സന്താനത്തെ തരും, നിന്റെ സന്തതി ഭൂമിയിലെ മണൽത്തരി പോലെ ഇവിടെ വളരും, ഉണ്ടാകും എന്ന് അബ്രാഹത്തോട് ദൈവം പറയുമ്പോൾ, പ്രിയ സഹോദരങ്ങളെ, പ്രായാധിക്യത്തിലായിരുന്ന അബ്രാഹത്തിൻ്റെ ഭാര്യ സാറായെ, അബ്രാഹം ഇത് പറയുമ്പോൾ അതിൻ്റെ പൂർണ്ണതയിൽ സാറ സ്വീകരിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഭാര്യയായ സാറ പലപ്പോഴും അബ്രാഹത്തെ കളിയാക്കിയിട്ടുണ്ടാകാം. നിങ്ങൾ പറഞ്ഞില്ലേ ഈ വാർദ്ധക്യത്തിൽ കുട്ടിയുണ്ടാകുമെന്ന്, എന്നിട്ട് എന്തേ ഉണ്ടാകാത്തെ? വലിയ ഒരു ജനത്തിൻ്റെ നേതാവാക്കി നിങ്ങളെ മാറ്റും, മണൽത്തരി പോലെ നിനക്ക് സന്താനമൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞതല്ലേ? ഒരു കുഞ്ഞു കാലുണ്ടായോ? ഇനി അതിന് സാധിക്കുമോ? ഇത്രയും പ്രായമായ ഞാൻ, ഇത് നടക്കുന്ന കാര്യമാണോ എന്നൊക്കെ ഒരുപക്ഷെ അബ്രാഹത്തോട് ഈ പറയപ്പെട്ട സാറ ചോദിച്ചിട്ടുണ്ടാകാം. മാനുഷികമായ തലത്തിൽ ഒരു കുടുംബജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, കുടുംബത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ ഏതെല്ലാം തരത്തിൽ സംസാരിക്കുമെന്ന് ആ ജീവിതം നയിക്കുന്നവർക്കും മാത്രമേ അറിയത്തുള്ളൂ, പുറത്തുള്ള ആർക്കും അറിയത്തില്ല. പലപ്പോഴും ഭർത്താക്കന്മാർക്ക് ഭാര്യയുടെ ശകാരങ്ങളും കുത്തുവാക്കുകളുമൊക്കെ കേൾക്കേണ്ടി വരുന്ന ഭർത്താക്കന്മാരാണ് ഈ ഭൂമിയിലുള്ളത്. അത് പുറമേ എല്ലാവരോടും വിളിച്ചു പറയണമെന്ന് യാതൊരുവിധ നിർബന്ധവുമില്ല.
ഇത്രയും സംസ്കാരവും വളർച്ചയും ഒക്കെയുള്ള ഒത്തിരി ധ്യാനങ്ങളൊക്കെ കൂടി ദൈവാനുഭവത്തിൽ പോകുന്ന വ്യക്തികളിൽ പോലും അങ്ങനെ സംഭവിക്കുമ്പോൾ അബ്രാഹത്തിൻ്റെ ജീവിതത്തിലും ഇതുണ്ടായിട്ടുണ്ടാകാം. പക്ഷെ അബ്രാഹം ക്ഷമയോടുകൂടെ കാത്തിരുന്നു. സാമൂഹ്യമായ പശ്ചാത്തലത്തിൽ നിന്നും അതുപോലെ തന്നെ കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നും ഉണ്ടായ മാറ്റി നിർത്തലുകളെല്ലാം ക്ഷമയോടുകൂടെ കാത്തിരുന്ന് അബ്രാഹത്തിന് ദൈവം ഇസഹാക്കിനെ കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആ ഇസഹാക്കിനെ കിട്ടിക്കഴിഞ്ഞതിന് ശേഷവും ആ ഇസഹാക്കിനെ ബലി കഴിക്കാനൊക്കെ കർത്താവ് പറയുന്നുണ്ട്, അബ്രാഹം കൊണ്ടുപോകുന്നുണ്ട്. ക്ഷമയോടുകൂടെ തൻ്റെ മകനെ ദൈവത്തിന് ബലിയർപ്പിക്കുവാൻ വേണ്ടി ദൈവം പറഞ്ഞതനുസരിച്ച് കൊണ്ടുപോകുന്ന ഒരു അബ്രാഹത്തിൻ്റെ ചിത്രമെല്ലാം വിശുദ്ധ ബൈബിളിലുണ്ട്. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണം. ഈ നല്ല നിലത്ത് വീണ വിത്ത്, ആ വിത്ത് അഴുകി, ആ വിത്തിൻ്റെ തോടൊക്കെ അഴുകി അലിഞ്ഞതിന് ശേഷമാണ് അതിൽ നിന്നും ഒരു നാമ്പ് പുറത്തേക്ക് വന്നത്. അത് വളർന്നപ്പോഴാണ് അതിൽ നിന്നും ഫലം പുറത്തേക്ക് വന്നത്. ഇതുപോലെ ക്ഷമയോടുകൂടെ കാത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം സ്വന്തമാക്കുവാൻ പറ്റുന്നത്. അബ്രാഹാം ക്ഷമയോടുകൂടി കാത്തിരുന്നു. നല്ല നിലത്ത് വീണ വിത്തും ക്ഷമിച്ച് സഹിച്ച് അതിൽ നിന്നും ആ മുള പുറത്തേക്ക് വിട്ട് വളർന്ന് വലുതായി ഫലം പുറപ്പെടുവിക്കുന്നത് പോലെ തന്നെ പ്രിയ സഹോദരങ്ങളെ, അനുദിന ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന മറ്റുള്ളവരിൽ നിന്നും ഉണ്ടാകുന്ന വേദനിപ്പിക്കപ്പെടുന്ന അവസ്ഥയൊക്കെ ഒന്ന് ക്ഷമിച്ച് സഹിച്ച് ദൈവത്തിനു മുമ്പിൽ കാത്തിരിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ക്ഷമ എന്ന പുണ്യം ആവശ്യമാണ്. അനുഗ്രഹത്തിന് അത് വലിയൊരു തടസ്സവുമാണ്. ക്ഷമിക്കുന്നില്ല എങ്കിൽ ക്ഷമയോടുകൂടെ നമുക്ക് കാത്തിരിക്കാം. വചനം ഹൃദയത്തിൽ സ്വീകരിച്ച് 100 മേനി ഫലം പുറപ്പെടുവിക്കുന്നവരായി നമുക്ക് മാറ്റപ്പെടാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, നല്ല നിലത്ത് വീണ വിത്ത് ഫലം പുറപ്പെടുവിക്കാൻ ക്ഷമയോടെ കാത്തിരിക്കുന്നതായിട്ട് കർത്താവെ അവിടുന്ന് അരുളി ചെയ്യുന്നുണ്ടല്ലോ. അനുദിന ജീവിതത്തിൽ ഈ ലോകത്തിലായിരിക്കുന്ന ഞങ്ങൾക്ക് തകർച്ചകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം കടന്നു വരുമ്പോൾ ക്ഷമയോടെ കാത്തിരിക്കുവാനും അവിടുത്തെ വചനം സ്വീകരിച്ച് അത് ഞങ്ങളിൽ ഓരോരുത്തരും ഫലമുളവാക്കുവാനും അവിടുത്തെ ആത്മാവിനെ ഞങ്ങളിലേക്ക് അയച്ച് ക്ഷമ എന്ന പുണ്യത്താൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.